ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസ പദ്ധതി അതിന്റെ ആദ്യത്തെ കരടുപട്ടിക പുറത്തു വരുമ്പോൾ ഒരുപാട് ആശങ്കകളുണ്ട് നാട്ടുകാർക്ക്. ആശങ്ക വേണ്ടെന്ന് സർക്കാർ, എന്നാൽ ആശങ്കയുണ്ടെന്ന് നാട്ടുകാർ. യഥാർത്ഥത്തിൽ ഈ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ആദ്യഘട്ടത്തിൽ വരുമ്പോൾ തന്നെ അപാകതകൾ ഒഴിവാകേണ്ടതായിരുന്നില്ലേ? അപാകതകൾ ഒഴിവാക്കി ഈ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അന്തിമമായി എത്തുമെന്നും ഒരാൾക്ക് പോലും നിരാശപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവില്ലെന്നും സർക്കാർ പറയുന്നു. 2 സ്റ്റേറ്റുകളിലായി, ഒന്ന് നെടുമ്പാല, മറ്റൊന്ന് കൽപ്പറ്റയിൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും തൊട്ടടുത്തുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റ്. ഈ 2 ഇടങ്ങളിലായി 2 ടൗൺഷിപ്പുകൾ ഒരേ സമയം ഒരുങ്ങാൻ പോവുകയാണ്. 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള വീടുകളായിരിക്കും ഒരുങ്ങാൻ പോകുന്നത്. അതും സ്കൂളും മൃഗാശുപത്രികളും അടക്കം എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടാകുമെന്ന് സർക്കാർ പറയുന്നു. അന്തിമമായിട്ടുള്ള പദ്ധതിക്ക് 1-2 ദിവസത്തിനുള്ളിൽ തീർപ്പുണ്ടാവും. പ്രത്യേക മന്ത്രിസഭാ യോഗം അതിന്റെ പദ്ധതി ഇപ്പോൾ കരട് പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്.